ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മളെ വീട് പെയിൻ്റ് അടി കഴിഞ്ഞു. വീടിൻ്റെ മുന്നിൽ സ്കൂളായതുകൊണ്ട് ഇപ്പം 4 മുട്ടായി ഭരണിയും ഇവിടെ വെച്ചിരിക്കുന്നു കേട്ടോ. മാഷാ അല്ലാ. തലേദിവസം തന്നെ ഇല്യാസ് വന്നിട്ടുണ്ട്. അപ്പോൾ സെലിമോനും എത്തി. ഇതാ ഇല്യാസ് മേലെന്ന് വന്ന് സെലിമോനും ഇല്യാസും ഒന്ന് പരസ്പരം ഒന്ന് സ്നേഹിച്ചു. ഇപ്പോൾ ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടി പൊട്ടിക്കൽ ആരംഭാട്ടോ. ഈ പെട്ടി പൊട്ടിക്കലാണ് ഏറ്റവും വലിയ രസം. ഇതേ ഫസ്റ്റ് സെലിമോനാണ് ഇവിടെ ഗൾഫിലേക്ക് വരുന്നത്. സെലിമോൻ ഗൾഫിൽ നിന്ന് വരിക പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക പെരുന്നാളിൽ നമ്മൾ ഇത്ര സന്തോഷിക്കും. നാളെ എന്ത് മാസം കണ്ടാൽ നാളെ പെരുന്നാൾ അറിയുമ്പോൾ അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ സെലിമോൻ വരുമ്പോൾ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സെലിമോൻ്റെ പെട്ടി ഞങ്ങളാ പൊട്ടിക്കുക, ഞങ്ങളധികാരം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അവിടെ വേറെ ആർക്കും അവിടെ ഇല്ല. അങ്ങനെ അത്രയും ഇതാണ് സെലിമോൻ്റെ പെട്ടി പൊട്ടിക്കൽ കേട്ടോ. സെലിമോൻ 14 വർഷം പിന്നെ ഗൾഫിലൊക്കെ നിന്നാണ്. അപ്പോൾ ഇതിപ്പോൾ ഇല്യാസ് 2ാമത്തെ പ്രാവശ്യം വന്നിട്ടാണ് ഈ പെട്ടി പൊട്ടിക്കുന്നത് കേട്ടോ. ഇല്യാസ് പോയിട്ട് ഇല്യാസ് ഖത്തറിലാണ്. ഇല്യാസ് സർപ്രൈസ് ആയിട്ടാണ് വന്നത്. പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഷോക്കായി പോയി. ഞങ്ങൾ പിറ്റേ ദിവസമാണ് വരുന്നത്. ഞങ്ങൾ വന്നിട്ട് പെട്ടി പൊട്ടിക്കു പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ എത്തി, എല്ലാവരും എത്തി. അപ്പോൾ കാര്യമായിട്ട് ഇല്യാസ് കൊണ്ടുപോയി എന്താണെന്നറിയോ, കുട്ടികൾക്കുള്ള ടോയ്സ് അങ്ങനത്തെ ഒക്കെ. പിന്നെ ഫൗസി വിളിച്ചു പറഞ്ഞിരുന്നു. എന്നോടും ഫൗസിനോടും ചോദിച്ചിരുന്നു എന്താ വേണ്ടത്. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയുക പല്ലിക്കുത്തി പറഞ്ഞത് കേട്ടാൽ എല്ലാവരും കളിയാക്കൂലേ. ഫൗസി പക്ഷേ ബുദ്ധിക്ക് കളിച്ച് പാൽപ്പൊടി പറഞ്ഞു, പിന്നെ വെള്ളം കലക്കുന്ന ടാങ്ക് പറഞ്ഞു, എന്താ പറയുക പാത്രം കഴുകണത് പറഞ്ഞു. ഞാനതൊന്നും പറഞ്ഞില്ല. ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്താ എനിക്കൊന്നും കിട്ടിയില്ല. ഈ ഒരിച്ച കുറച്ച് മുട്ടായും കുറച്ച് സ്പൈസസും അങ്ങനത്തെ ഒക്കെ കിട്ടിയെന്നല്ലാണ്ട് കാര്യമായിട്ട് കിട്ടിക്കുന്നത് ഫൗസി മോൾക്കാണ് കേട്ടോ. ഓളതൊക്കെ അവളുടെ ജനലിൻ്റെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ പന്തും കാര്യങ്ങളും നോക്കുന്നുണ്ട്. സെലിമോൻ മിച്ചുവിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് മുട്ടായി കീശയിൽ വെച്ചിട്ട്. കുട്ടികൾക്കുള്ള കന്തൂറയും പള്ളിക്കുമ്പോഴുള്ള എന്താ പറയുക അറബികളിടുന്ന തലമ ഇടുന്ന അങ്ങനത്തെ ഇതൊക്കെ എന്താണ് അച്ചുവിൻ്റെ തലയിൽ അതൊക്കെ ഇല്യാസ് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ മുട്ടായി ഒരിക്കലാണ് ഇല്യാസ് കാര്യമായിട്ട് ശരിക്കും ടോയ്സും പിന്നെ എന്താ പറയുക ഡ്രസ്സും കുട്ടികൾക്കുള്ള ഡ്രസ്സുമാണ് ഇല്യാസ് കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കറക്റ്റിൽ ഓരി വെക്കുകയാണ്. ഓരി വെക്കണതൊക്കെ ഇല്യാസ് ഇതുണ്ട്. ഫൂസിൻ്റെ ടാങ്കൊക്കെ ഓൾ ഭദ്രമായിട്ട് അവിടെ ഒരു ജനലിൻ്റെ അവിടെ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. മിസ് വാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്ന് നോക്കുന്നുണ്ട്. പിന്നെ അവനാൻ്റെ സാധനങ്ങൾ തരുന്നതൊക്കെ അവനാനെടുത്തു. വെയിറ്റിംഗ് മെഷീനും ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇല്യാസ് എന്നാലും കുറവാണ്. ഇതുണ്ട് മിച്ചുവിന് കിട്ടിയ ടോയ്സ്, ഇപ്പാക്ക് കിട്ടിയ വാച്ച് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോക്കലാണ് പക്ഷേ ഇപ്പാക്ക് വിശ്വാസമല്ല. ഇല്യാസ് എന്ത് കൊടുത്താലും ഇപ്പാക്ക് ഭയങ്കര പരിപൂർണ്ണ തൃപ്തിയാണത്. മിച്ചു കിട്ടിയ സാധനങ്ങളൊക്കെ ഒരു കുഞ്ഞു കടലാസ് പെട്ടിയിലാക്കിയിട്ട് ഒക്കെ അടുക്കി പെറുക്കിയിട്ട് മേലെ കൊണ്ടേക്കണ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ. കുട്ടികളും ശിബിലൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം കുറേ സാധനങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ ഓരിയേക്കണതും മിച്ചോൻ്റെ ഓരി കൊണ്ട് പോകണതും കണ്ടില്ലേ. ഇത് ഫൗസിലെ ഓരി. അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ആയിരുന്നു കേട്ടോ. അതും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ നെതിത്താത്താൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്താ പറയുക ഒരു ഊഞ്ഞാലിലൊന്ന് എടുക്കാൻ പറഞ്ഞ കുട്ടികളോട് ഊഞ്ഞാലിൽ ആടണതെടുത്ത്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ കേക്ക് കട്ടിങ് ചെയ്യാറുണ്ട്. കാരണം അവിടെ വീട്ടിൽ ആരുമില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എങ്ങനെ ഉണ്ട് അഞ്ചു നോക്കുമായിരുന്നു കേട്ടോ. അഞ്ചുവിൻ്റെ കയ്യിൽ അങ്ങനെ സെലിമോൻ കേക്ക് കട്ടിയുണ്ട്. അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു. ഇനി അടുത്ത് കാണുന്നത് കുട്ടികളുടെ കലാപരമായ പാട്ടുകളാണ് കേട്ടോ. ഓക്കെ ടാറ്റ സി യു ബൈ ബൈ. അത് പാടി പഠിക്കണ വലിയൊരു സ്ഥലത്താണ്. അടക്കുന്ന മോളെ നിന്റെ ഒടുക്കത്തെ കഥയിലെ റാണിയാക്കാം. അതുകളിലോടൊക്കെ ജീവിച്ചു തീർക്കാൻ ഭൂമിയിലെ സ്വർഗനപ്പുഴയിലാക്കാം. കൽക്കണ്ട കനിയെ കനിന്റെ കഷ്ണെ ഉമ്മാന്റെ മരുമോളെ പോലും ഞാനൊക്കെ
പോണേ കയ്യമ്മ പറഞ്ഞിട്ട് കാര്യമില്ല പാപ്പാന്റെ വണ്ടിയിൽ ഒടുക്കത്തെ ചെറിയ ഇവിടെ ഇപ്പൊ കല്യാണം കുടിമല